ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലച്ചൂസ് ടൈംസ്. എന്താ ഞാൻ ഈ ചിന്തിക്കുന്നതെന്നാണോ? എന്തുണ്ടാക്കുമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ദേ അമ്മ ബീഫും കൊണ്ടൊരു ഒറ്റ വരവാ. എന്നാൽ നമുക്ക് ബീഫ് കറി വെക്കുന്നത് കണ്ടാലോ? ഓക്കെ, കം ഓൺ, നമുക്ക് ബീഫ് കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇച്ചിരി വൈകിപ്പോയി. ഒരു ബിരിയാണി ചെമ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊപ്ര അരിഞ്ഞു വെച്ചിരുന്നതും ഇട്ട് കൊടുത്തു. തേങ്ങ അരിഞ്ഞത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനെ നന്നായിട്ട് ബ്രൗണിഷ് കളറായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് കീറാതെയും ഇട്ടു. അതിനോടൊപ്പം തന്നെ കുറച്ച് 2 സവാള എടുത്താൽ മതി, ബീഫ് ആയതുകൊണ്ട്. ബാക്കി ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും അറിയാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി വഴണ്ട് വരണം. അതാണ് അതിൻ്റെ പരുവം. ഇത് നന്നായിട്ട് നായി വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് നാവാൻ വേണ്ടി ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ശകലം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, കുറച്ച് മതി. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചതിനെ വേവിക്കണം. അടച്ച് വെച്ചായിരിക്കണം വേവിക്കുന്നത്. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് തന്നെ വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ചാലേ അതിനകത്തുനിന്ന് ആ സത്ത് മൊത്തം ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മിക്സ് ആവുള്ളൂ. നന്നായിട്ട് ഇത് പിടിക്കും. സവാളയുടെയും ചെറുള്ളിയുടെയും സത്തൊക്കെ ഇറങ്ങി നല്ലൊരു വെന്ത് ഒരു പരുവത്തിലാവും. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ആ അടച്ച് വെച്ച സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതാ നമ്മുടെ ബീഫ് അവിടെ വെന്ത് കഴിഞ്ഞു. ബീഫിനകത്ത് എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളത് നമുക്ക് പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, കറിവേപ്പില, ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കറിലിട്ട് ബീഫിനെ അടിച്ചെടുത്തത്. ഒരു 5-6 വിസിലും കൂടി കൊടുക്കണം. 5-6 വിസിലായാലും കുഴപ്പമില്ല. ഇളന്ന ബീഫാണെങ്കിൽ 5 വിസിൽ മതിയാവും. അല്ലാത്ത ബീഫാണെങ്കിൽ 6-7 വിസിലടിക്കാം. അപ്പോൾ ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെന്ത് വന്ന ആ മിശ്രിതത്തിലേക്ക് നമ്മൾ എന്തായിട്ട് കൊടുത്തേ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകോടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം വീണ്ടും ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ, ഇപ്പോൾ ഇട്ട മിക്സ് അതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതിനെ വെച്ച് അടച്ച് വെച്ച് വേവിക്കും. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു രുചിയാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് ഇതിനെ വേവിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഗുണമൊന്നും പോവാതെ നമുക്ക് അതിൽ തന്നെ കിടക്കും. ഇനിയും നമുക്ക് ആ സമയം കൊണ്ട് ഒന്നുകൂടെ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇപ്പോൾ 2 കിലോ ബീഫാണത്, അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതുമാണ്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി കൂട്ടി തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മുളക് പൊടി നമ്മൾ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഇവിടെ കാശ്മീരി ചില്ലിയാണ് കൂടുതലും എടുക്കാറ്. കളറ് കിട്ടുകയും ചെയ്യും, എരിവ് കുറഞ്ഞു വരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം അവിടെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് അവിടെ അത് ചൂടായി കിട്ടിക്കാണും. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇത് ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിന് ഇടയ്ക്ക് അത് അടിയിൽ പിടിക്കാതെ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇവിടെ നോൺ സ്റ്റിക്കാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളല്ലാതെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ലതാണ്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എണ്ണ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന അത്രയും കൂട്ടി യോജിപ്പിക്കണം. അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരാനും അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഓവറായിട്ട് ആയി പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം നമ്മൾ നേരിട്ട് ഈ ഒരു മിശ്രിതം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാം. നമ്മളിത് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം നമ്മൾ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചുകൂടെ ഫ്ലേവർ കൂട്ടാനും. ഇത് ആദ്യം നമ്മളിങ്ങനെ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ഒരു ടൈമിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ബീഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫിൻ്റെ സ്റ്റോക്കാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇടയ്ക്കൊരു ബീഫ് വീണ് പോയി, ആര് പേടിക്കേണ്ടത്, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ഈ സ്റ്റോക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറുകി വന്നതിന് ശേഷം ചൂടുവെള്ളം തിളപ്പിച്ച് തന്നെ ഇടാം. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ബീഫ് എളുപ്പം കേടായി പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ ഇനി കൂട്ടി യോജിപ്പിക്കണം. ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവർ മൊത്തത്തിൽ പിടിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കയറി വരുള്ളൂ. അല്ലാതെ നമ്മൾ 2-3 ഇളക്കിയതിന് ശേഷം ആക്കി കഴിഞ്ഞാൽ അതത്ര ടേസ്റ്റിൽ വരില്ല. അതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ നമ്മൾ അതിനിടയ്ക്ക് പൊടി ഇട്ടു, പക്ഷേ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വേവിച്ചു. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ റെസിപ്പി എല്ലാവരും പരീക്ഷിക്കണേ.